ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു കഥ പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, പേര് റിയലല്ല, നമുക്ക് തൽക്കാലം ഗോവിന്ദ എന്ന് വിളിക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഗോവിന്ദൻ നാട്ടിൽ നിന്നും എല്ലാവരെയും പോലെ നല്ല പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് യു കെയിലേക്ക് എത്തി. യു കെയിൽ വന്നു, കാര്യങ്ങളൊക്കെ സെറ്റിലായി, വിസയും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ഒരു ജോലി കിട്ടി, ജോലിക്കും പോയി തുടങ്ങി. അപ്പോഴാണ് ഗോവിന്ദന് ഒരാഗ്രഹം, ഒരു വണ്ടി വാങ്ങിക്കണം. എന്തായാലും നമ്മുടെ നാട്ടിലെ ലൈസൻസ് വെച്ച് ഒരു വർഷം ഇവിടെ വണ്ടി ഓടിക്കാമല്ലോ, അതിനകത്ത് നമുക്ക് ഇവിടുത്തെ ലൈസൻസ് എടുക്കാം. അങ്ങനെയുള്ള വൻ പ്ലാനിങ് ഒക്കെ ആയിട്ട് ഗോവിന്ദൻ വണ്ടി തപ്പാൻ തുടങ്ങി. അപ്പോൾ കാറ്, പുതിയ കാറ്, പഴയ കാറ്, എല്ലാ റേഞ്ചിലുള്ള കാറും യു കെയിൽ കിട്ടുമല്ലോ. അങ്ങനെ പലരുടെയും നിർദ്ദേശപ്രകാരം ഗോവിന്ദൻ ഓരോരോ സൈറ്റുകളിലായിട്ട് കയറി തപ്പി തുടങ്ങി. കാണുന്ന കാറുകളെല്ലാം അടിപൊളി വണ്ടികൾ. BMW, ഓഡി, മിനി കൂപ്പർ, ജാഗ്വാർ, പോർഷെ എന്ന് വേണ്ട സകല ബ്രാൻഡഡ് വണ്ടികളും തുച്ഛമായ വിലയ്ക്ക് നമുക്കിവിടെ യു കെയിൽ കിട്ടും. യൂസ്ഡ് വണ്ടികൾ. നാട്ടിൽ 800 ഓടിച്ച് നടന്ന ഗോവിന്ദന് ആനന്ദലബ്ധിക്ക് ഇതിൽ പകരം വേറെ കാര്യമുണ്ടോ? ഒന്നുമില്ല. എന്തായാലും അങ്ങനെ കണ്ട് 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 കാണാൻ കൊള്ളാവുന്നതും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഓഡി കാറങ്ങ് സെറ്റ് ചെയ്തു, ഫിക്സ് ചെയ്തു. ഓടിയാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹമാണ്, എൻ്റെ ഡ്രീം കാറാണ്. അങ്ങനെ ഓടി കിട്ടി, കഴുകി വൃത്തിയാക്കി, ഭാര്യയും ഹാപ്പി, കുട്ടികളും ഹാപ്പി, എല്ലാവരെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ട് നാട്ടുകാരെയൊക്കെ ഒന്ന് കാണിച്ചു. സന്തോഷം, ഹാപ്പി. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. എന്തായാലും വണ്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത എന്താണ് പരിപാടി? നമുക്ക് വണ്ടി യു കെയിലെ റോഡിൽ ഇറക്കണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം. അങ്ങനെ ഗോവിന്ദൻ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് പല പല സൈറ്റുകളിലായിട്ട് കയറി ഇൻഷുറൻസ് കോട്ടുകളും തപ്പിത്തുടങ്ങി. 3000 പൗണ്ടിന് ഗോവിന്ദൻ വാങ്ങിച്ച ഈ കാറിന് ഗോവിന്ദന് കിട്ടിയ ഏറ്റവും മിനിമം കോട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് കോട്ടെന്ന് പറയുന്നത് 2300 പൗണ്ടായിരുന്നു. മാസം 200 പൗണ്ടോളം അടയ്ക്കണം. പക്ഷേ വണ്ടി നമുക്കൊരാവശ്യമായതുകൊണ്ടും അത് റോഡിലിറങ്ങണമെങ്കിൽ ഇൻഷുറൻസ് വേണം എന്നുള്ളത് കൊണ്ടും ഗോവിന്ദന് അതൊരു അധിക ചിലവായിട്ട് തോന്നിയില്ല. കാരണം മാസം 1800 പൗണ്ട് ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പം ഇൻഷുറൻസും പെട്രോളും എല്ലാം കൂടെ ചേർത്ത് ഒരു 10, 400, 450 പൗണ്ടിനകത്ത് നിൽക്കും. അങ്ങനെ ആശ്വസിച്ച് ഗോവിന്ദൻ ആ ഇൻഷുറൻസ് അങ്ങ് എടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗോവിന്ദനെ കൂട്ടുകാരനായ ഒരു പ്രൊട്ടക്ഷൻ അഡ്വൈസർ കാണുന്നു. ഗോവിന്ദനോട് ചോദിക്കുന്നു, ഗോവിന്ദ യു കെയിലെത്തി, എല്ലാം സെറ്റിലായല്ലോ, ഇനി ഗോവിന്ദൻ ഒരു പ്രൊട്ടക്ഷൻ പ്ലാനിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം, ഒരു ഇൻഷുറൻസ് എടുക്കണം എന്ന്. ഗോവിന്ദൻ കേട്ടപാടെ കേൾക്കാത്ത പാതി, എൻ്റെ പൊന്ന് ബ്രോ, ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തതിൻ്റെ ക്ഷീണം അങ്ങോട്ട് മാറി തുടങ്ങുന്നേ ഉള്ളൂ, അത് മാസം നല്ലൊരു എമൗണ്ട് ആവും, എനിക്കിപ്പം മറ്റൊരു പരിപാടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല, അതിനുള്ള പൈസ ഇല്ല. ഒന്നാമത് അറ്റവും പറ്റവും ഒട്ടിച്ച് പോകുന്ന പാട് നമുക്കറിയാം. രണ്ടറ്റവും കൂട്ടിമുട്ടി ഒന്ന് ജീവിച്ചു പോകുന്ന പാട് യു കെ ജീവിക്കുന്ന മലയാളികളെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു രക്ഷയില്ല. നമുക്ക് ആലോചിക്കാം, അടുത്ത വർഷം എടുക്കാം, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും ഇൻഷുറൻസ് എടുക്കണമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ ഒഴിയാൻ തുടങ്ങി. പക്ഷേ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു, എന്താണ്, നമ്മൾ ഒരു കാറ് വാങ്ങിക്കുന്നു, കാറിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു. കാറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പേടി, ടെൻഷൻ, പ്രഷർ എല്ലാം ഉണ്ടാവും. കാറ് നന്നാക്കാൻ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കമ്പനി തരും. കാറിന് റീപ്ലേസ്മെൻ്റ് ഉണ്ട്, റീപ്ലേസ്മെൻറ്റ് കാറും കിട്ടും. പക്ഷേ നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഇൻകം അവിടെ നിൽക്കുന്നു. നമ്മുടെ ബില്ലുകൾ നിൽക്കുമോ? റെൻറ്റ് നിൽക്കുമോ? മാസമുള്ള EMI നിൽക്കുമോ? ഒന്നും നിൽക്കില്ല. അപ്പോൾ ഇതിനുള്ള വരുമാനം എന്ത് ചെയ്യും? അപ്പോൾ എന്തെങ്കിലും പറ്റില്ല എന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ നമുക്ക് യു കെയിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ നമ്മളും നമ്മുടെ ഫാമിലിയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കൂട്ടുകാരായാലും നാട്ടുകാരായാലും എല്ലാവർക്കും തിരക്കും ബാധ്യതകളും എല്ലാം ഉണ്ട്. എല്ലാവരും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കിയല്ലേ പറ്റുള്ളൂ. അതിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ പ്ലാൻ എടുത്ത് വെക്കാൻ പറയുന്നത്. കാരണം നമ്മുടെ വിചാരം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് കുറച്ച് പൈസ കിട്ടും, അതുമാത്രമാണ് ഇൻഷുറൻസ് എന്നാണ് നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. യു കെയിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് പൈസ കിട്ടും, ലംസം എമൗണ്ട് കിട്ടും. ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ഉണ്ട്. അതായത് നമുക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എമൗണ്ട് ലംസമായിട്ട് കിട്ടുന്ന പരിപാടിയാണ്. ഇൻകം പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളുടെ മാസ വരുമാനം സംരക്ഷിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. ആക്സിഡൻറ്റ് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ, കൈയൊടിയോ കാലൊടിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനും ഒരു എമൗണ്ട് കിട്ടുന്ന ഇൻഷുറൻസ് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ട് എടുത്ത് വെക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി നമുക്കൊരു പ്രശ്നമുണ്ടാവരുത്. ആ സമയത്ത് നമുക്ക് പൈസ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണോ, അതോ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനെക്കുറിച്ച് സമാധാനമായിട്ട് ഇരുന്ന് ആലോചിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കണോ? നിങ്ങൾ തന്നെ ആലോചിച്ചു. നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ റിക്കവറിക്ക് വേണ്ടിയിരിക്കണോ, അതോ
കാശില്ലെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ആദ്യം കൂട്ടി വീണ്ടും വീണ്ടും അസുഖങ്ങൾ കൂട്ടാൻ വേണ്ടി ഇരിക്കുന്നു. ഇതാണ് ബേസിക്കലി ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. യുകെയിലും മസ്റ്റായിട്ടും എല്ലാവരും ഇൻഷുറൻസ് എടുക്കുക. ഇന്ന് തന്നെ എടുത്തിട്ടില്ല എന്നുള്ളവർ അടുത്തുള്ള ഒരു അഡ്വൈസറെ കണ്ട് നിങ്ങൾക്ക് വേണ്ട റെക്കമെൻഡേഷൻസ് ചോദിക്കുക. പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വണ്ടികൾ അല്ലെങ്കിൽ ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇതിനെക്കാട്ടിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് റീപ്ലേസ്മെൻ്റ് ഇല്ല, ഇതിനെല്ലാം റീപ്ലേസ്മെൻ്റ് ഉണ്ട്. നമുക്ക് ലാപ്ടോപ്പ് ചീത്തയായാൽ പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കാം, കാറ് ചീത്തയായി കഴിഞ്ഞാൽ കാറ് വാങ്ങിക്കാം. പക്ഷെ നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളാണ് അസറ്റ്, കാറോ ലാപ്ടോപ്പോ ഒന്നുമല്ല. അപ്പം നമ്മൾ സേഫായിരിക്കുക, നമ്മളെ സേഫാക്കുക, നമ്മുടെ ലൈഫ് സേഫ് ആവുക. കാറിന് ഇൻഷുറൻസ് ഉണ്ട്, നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഫാമിലി ഹാപ്പി, അതാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ഇൻഷുർഡ്, സ്റ്റേ ഹെൽത്തി. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.